കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ അമേരിക്കയുടെ 5 സൈനികർക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ബ്രിട്ടൻ പത്രമായ ബ്ലൂംബർഗ് ആണ് ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 27-ാം തീയതിയാണ് അമേരിക്ക ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാന്റെ സ്പീഡ് ബോട്ടിന് നേരെ ആക്രമണം നടത്തിയത്. അതുപോലെ തന്നെ ബന്ദർ അബ്ബാസിലുള്ള ഡ്രോൺ ആസ്ഥാനത്തിന് നേരെയും ആക്രമണം നടത്തി. ഇതിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയായിരുന്നു ഇറാൻ നടത്തിയത്. ഈ ആക്രമണത്തിൽ അമേരിക്ക ഇറാന്റെ ഡ്രോണുകളെല്ലാം തകർത്തു എന്ന് അവകാശപ്പെടുമ്പോഴും കുവൈത്ത് സാലിം എയർബേസിൽ അതിശക്തമായ ഇറാന്റെ ആക്രമണം ഉണ്ടായി. മാത്രമല്ല, അതിൽ സർവീസിലുണ്ടായിരുന്ന 5 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിലുണ്ടായ തിരിച്ചടിയിലൂടെ 5 പേർക്ക് അത്രയും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇറാന്റെ തിരിച്ചടി അമേരിക്കയ്ക്ക് വലിയ രൂപത്തിൽ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിൽ അമേരിക്കയുടെ എയർബേസിൽ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. അമേരിക്ക ആ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും വലിയ രൂപത്തിലുള്ള തിരിച്ചടി തന്നെയാണ്. അമേരിക്ക ഇപ്പോൾ ഞങ്ങൾ നടത്തിയ തിരിച്ചടിയിലൂടെ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. പക്ഷേ ഇനിയുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് അതിലേറെ ഗുരുതരമായ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്ന് ഇറാൻ പറഞ്ഞു. ഇറാൻ ഇതൊരു ശക്തമായ ആക്രമണത്തിലേക്ക് നീങ്ങാതിരിക്കാനാണ് അമേരിക്ക ഈ ആക്രമണം നടത്തിയപ്പോഴെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയാണ് ആക്രമണം നടത്തിയത്. ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമല്ല എന്നാണ് അമേരിക്ക പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ ഇറാൻ ഒരു തിരിച്ചടിയിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് കടക്കരുത് എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏകദേശം 12 ദിവസത്തെ വെടിനിർത്തലായിരുന്നു പ്രഖ്യാപിച്ചത് എങ്കിലും അമേരിക്ക ആ വെടിനിർത്തൽ തുടരുകയായിരുന്നു. മാത്രമല്ല, അതിൽ ചില ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് യുദ്ധം ആരംഭിക്കും, ഇറാനെ തകർത്ത് കളയും എന്നൊക്കെ ട്രംപ് വലിയ ഭീഷണികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആ ഭീഷണിക്കൊന്നും ഇറാൻ വിധേയമായിട്ടില്ല. യഥാർത്ഥത്തിൽ ആ ഭീഷണിക്കനുസരിച്ച് അത് യുദ്ധത്തിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ ട്രംപ് യുദ്ധം ആരംഭിച്ചിട്ടില്ല. ഇതെല്ലാം ഇറാനുമായി ഒരു യുദ്ധത്തിലേക്ക് പോകുന്നത് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അമേരിക്കക്ക് അത് വലിയ തിരിച്ചടിയും വലിയ പ്രതിസന്ധിയും സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം ഉണ്ടാക്കുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്ക യുദ്ധത്തിന് തയ്യാറല്ല. അതാണ് ഇറാൻ സൂചിപ്പിച്ചത്. നിങ്ങൾ ആക്രമണത്തിലേക്കോ അല്ലെങ്കിൽ ശത്രുതാപരമായ നീക്കങ്ങളിലേക്കോ പോകാൻ ശ്രമിച്ചാൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കും. ഈ തിരിച്ചടിയിൽ നിന്ന് അമേരിക്കക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടണം. അല്ല എങ്കിൽ ഗുരുതരമായിരിക്കും ഇറാൻ തിരിച്ചടി എന്നവർ പറയുകയുണ്ടായി. ഇത് ഈ കുവൈത്ത് ആക്രമണത്തിൽ വലിയ പ്രതിസന്ധി, അമേരിക്കൻ ബേസിൽ വലിയ രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.